വിശ്വസിച്ച ജനങ്ങളെ അത്തീഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിലേക്ക് വഴിപ്പെടുക, റസൂലിനും നിങ്ങൾ വഴിപ്പെടുക. നിങ്ങളുടെ അമലുകളെ നിങ്ങൾ നശിപ്പിച്ചു കളയരുത് ദോഷങ്ങളെ കൊണ്ട് നിങ്ങളുടെ ആയിരിക്കുന്ന അമലുകളെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നശിപ്പിച്ചു കളയരുത്. അതൊരു ഉപമയാണ്. അതേ ഇപ്പൊ ഇനി ദോഷങ്ങൾ ചെയ്തില്ലെങ്കിൽ പോലും ഈ പ്രവർത്തനങ്ങളെ കൊണ്ട് തന്നെ എന്തായി പോകും, അമലുകളെല്ലാം ഒളിഞ്ഞു പോവുകയും അതിന്റെ കൂലികൾ ലഭിക്കാതെ പോവുകയും ചെയ്യും. അപ്പോ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, അള്ളാഹുവിനും വഴിപ്പെടണം. ആർക്കും വഴിപ്പെടണം? റസൂലിനും വഴിപ്പെടണം. അപ്പോ ഈ പറഞ്ഞത് താഅത്ത് അള്ളാഹുവിന് മാത്രമാണ്, വേറെ ആർക്കും വഴിപ്പെടാൻ പാടില്ല. ആ വഴിപ്പെടലെല്ലാം ശിർക്കാണ് എന്നെല്ലാം പലപ്പോഴായി പല അവസരത്തിലായി വഹാബികൾ വാദിച്ചിട്ടുണ്ട്. അങ്ങനെ ആ വാദം എന്ത് ചെയ്യുന്നുണ്ട്, ശരിയല്ല. ഇവിടെ അള്ളാഹുവിന് വഴിപ്പെടുക, റസൂലിനും വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വഴിപ്പെടുന്ന പോലെയല്ല റസൂലിന് വഴിപ്പെടുക. അള്ളാഹു പറഞ്ഞുവിട്ട ദൂതനാണ്, അള്ളാഹുവിന്റെ അടിമയാണ്. അദ്ദേഹം പറയുന്നത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളാണ്, അതനുസരിക്കൽ നമ്മുടെ ബാധ്യതയാണ് എന്ന നിലയിലാണ് നബിക്ക് വഴിപ്പെടുക. അള്ളാഹുവിന് വഴിപ്പെടൽ അങ്ങനെയല്ല. അള്ളാഹു ഇതെല്ലാം നമുക്ക് ചെയ്തു തന്ന, നമ്മളെ പടച്ച, നമുക്കുള്ള ജീവിത വിഭവങ്ങൾ തരുന്ന, നമ്മളുടെ ശ്വാസോച്ഛ്വാസം തരുന്ന, നമുക്ക് സർവ്വസുഖം തരുന്ന, നമ്മളെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംസ്കരിക്കുന്ന ആള് അള്ളാഹുവാണ് എന്ന നിലയിലാണ് അള്ളാഹുവിന് വഴിപ്പെടുന്നത്. മറ്റത് അങ്ങനെയല്ല. റസൂലുള്ളാഹിക്ക് വഴിപ്പെടുന്നത് നബി അള്ളാഹുവിന്റെ ദൂതനാണ്, അവന്റെ അടിമയാണ്. ആ ദൗത്യം, അള്ളാഹുവിന്റെ സംസാരം, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ, നിരോധനങ്ങൾ എല്ലാം നമ്മളിലേക്ക് എത്തിച്ചു തരുന്ന ആളാണ് എന്ന നിലയിലാണ് നബിക്ക് വഴിപ്പെടുന്നത്. അതുകൊണ്ട് രണ്ട് വഴിപാടുകളും ഒരേപോലെയല്ല. അതുകൊണ്ട് അള്ള വഴിച്ച ഒരാൾക്കും എന്ത് ചെയ്യാൻ പാടില്ല, വഴിപ്പെടാൻ പാടില്ല. അതെല്ലാം ശിർക്കാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയിട്ടുള്ളവർ ശരിക്ക് അതിൻ്റെ ശരിയായ രൂപം, അള്ളാഹുവിന് വഴിപ്പെടുന്നത് ഏത് നിലക്കാണ്, സൃഷ്ടിക്ക് വഴിപ്പെടുന്നത് ഏത് നിലക്കാണ് എന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിന് വഴിപ്പെടുമ്പോൾ അതിന് ആരാധന എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇബാദത്താണ് അവന് വഴിപ്പെടുന്നത്. ആ മറ്റേ ആളുകൾക്ക് വഴിപ്പെടുന്നത് എന്തല്ല, അത് വഴിപ്പെടുന്നത് അള്ളാഹുവിന്റെ നിർദ്ദേശമായതുകൊണ്ട് നബി പറയുന്നത് നമ്മൾ കേട്ടാലും അനുസരിച്ചാലും ആർക്കെന്നെ വഴിപ്പെടലാണ്, അള്ളാഹുവിന് തന്നെ വഴിപ്പെടലാണെന്നല്ലാതെ റസൂലുള്ളാഹിക്ക് വഴിപ്പെട്ട് നബിക്ക് ഇബാദത്ത് ചെയ്തൊന്നും അല്ല. അതുകൊണ്ട് എന്താണ് അത് എന്ന് ശരിക്കും മനസ്സിലാവാത്തത്തിൽ വന്ന പിഴവാണ് ഈ ജാതി വർത്തമാനങ്ങൾക്കൊക്കെ കാരണം. അപ്പൊ അള്ളാഹുവിന് വഴിപ്പെടുക, മറ്റുള്ളവർക്ക് വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ ആ വഴിപ്പെടലിന്റെ അർത്ഥം ഈ റസൂലുള്ളാഹിക്ക് വഴിപ്പെടുന്ന അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ്. ഏത് പ്രകാരം? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അന്ന് സുജൂദ് ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല ആദമിനെ സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. ആദമിന് നിങ്ങൾ സുജൂദ് ചെയ്യൂ. ഈ കൽപ്പിച്ച അല്ലാഹു ആല ഒരു മനുഷ്യന്റെ മുന്നിലും ഒരു സൃഷ്ടിയുടെ മുന്നിലും സുജൂദ് ചെയ്യാൻ പാടില്ലെന്ന് നമ്മൾ പഠിപ്പിച്ച അധ്യാപനമുള്ള അല്ലാഹുവാണ്. കാരണം ഒരു പ്രവാചകന്റെ കബറുകൾ പോയും സുജൂദ് ചെയ്യാൻ പാടില്ല, ഒരു പ്രവാചകന്റെ മുന്നിലും സുജൂദ് ചെയ്യാൻ പാടില്ല, ഒരാളുടെയും കാല് തൊട്ട് കൊത്താൻ പാടില്ല, കുനിയാൻ പാടില്ല. ഇതൊക്കെ ആദ്യകാലത്തുള്ള തഹിയ്യത്തായിരുന്നു. അന്ന് കാണുമ്പോൾ ഇങ്ങനെ കുനിഞ്ഞിട്ട് വണങ്ങിയിട്ടൊക്കെയാണ് അന്ന് സ്വാഗതം ചെയ്തിരുന്നത്. പിന്നീട് സലാം വന്നപ്പോൾ അതൊക്കെ മാറ്റപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അള്ളാഹു പറഞ്ഞു ആരോട്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഉൾപ്പെടെയുള്ള മലായികത്തുകളോട് ഇസ്ജുദൂ ലി ആദം, നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യണം. സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാ മലായികത്തുകളും സുജൂദ് ചെയ്തു. ആദം സൃഷ്ടിയാണ്. അവിടെ സുജൂദ് എന്ന് ചില മുഫസ്സിറുകൾ എടുത്തിട്ടുണ്ട്. കുനിയലിന്റെ സുജൂദ് ചെയ്തു. അല്ല, ഞെറ്റിത്തരം വെക്കാതെയാണ് ചെയ്തത്. ഇനി ഞെറ്റിത്തരം വെച്ച് തന്നെയാണ് ചെയ്തെങ്കിലും എന്നില്ല, അതാർക്കുള്ള വഴിപാടല്ല, ആദമിനുള്ള വഴിപാടല്ല, മറിച്ച് കൽപ്പിച്ചത് ആരാണ്? അള്ളാഹുവാണ്. അതനുസരിച്ച് നമ്മൾ സുജൂദ് ആദമിന്റെ മുമ്പിൽ ചെയ്താലും സുജൂദ് ആർക്കാണ്? അള്ളാഹുവിനാണ്. കാരണം അള്ളാഹ് പറഞ്ഞതിനനുസരിക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ ഇനിയിപ്പോ തല ഞെട്ടിത്തരം നിലത്ത് വെച്ചിട്ട് തന്നെ ആദമിന്റെ സുജൂദ് ചെയ്തു എന്ന് വെച്ചാൽ തെറ്റില്ല. പക്ഷേ അവിടെ തൗഹീദ് പഠിപ്പിക്കാൻ വന്ന ആളാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അത് പാടില്ല, തിരിഞ്ഞില്ല, ന്യായമല്ലാതെ. കാരണം തീയിനാൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ, ഈ മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട, കളിമണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട ആദമിന് സുജൂദ് ചെയ്യുന്നത് ശരിയായ നടപടിയല്ല. അതുകൊണ്ടാണ് ചെയ്യാതിരുന്നതെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞെന്താ? ഇർബിദ്, ഇറങ്ങടാ. അപ്പൊ അഹങ്കാരം. അപ്പൊ അല്ലാഹു തആല നിങ്ങൾ അത്തീഉല്ലാഹ വ അത്തീഉർ റസൂല,
അള്ളാഹുവിന് വഴിപ്പെടണം, റസൂലിന് വഴിപ്പെടണം എന്ന് പറഞ്ഞാൽ താഴത്തിന്റെ അർത്ഥം അള്ളാഹു വഴിപ്പെടുന്നത് അത് എന്തടിസ്ഥാനത്തിലാണ്? അള്ളാഹു നമ്മളെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംസ്കരിക്കുന്നവനാണ് എന്ന നിലയിലാണ് നമ്മളുടെ മുഴുവൻ കാര്യങ്ങളും ചെയ്തു തരുന്നതും നമ്മളുടെ ഒരു ശ്വാസോച്ഛ്വാസം പോലും നടക്കുന്നതും അള്ളാഹുവിൻ്റെ തീരുമാനവും അവൻ്റെ ഉദ്ദേശവും അവൻ്റെ കഴിവും കൊണ്ടാണ്, മറ്റൊരാളിലല്ല. ഈ പ്രവാചകന് വഴിപ്പെടുന്നത് എന്തല്ല, എങ്ങനെയല്ല വഴിപ്പെടുന്നത്? ആ പ്രവാചകൻ സ്വയം പര്യാപ്തനാണ് എന്ന നിലക്കല്ല, നമ്മളുടെ സംരക്ഷകനാണ് എന്ന നിലക്കല്ല, നമ്മളുടെ മറ്റുള്ളതെല്ലാം ചെയ്യുന്ന ആളാണ്, അങ്ങനെയല്ല. മറിച്ച് ആ പ്രവാചകനെ അള്ളാഹു അവൻ്റെ ദൗത്യം നമ്മളിലേക്ക് എത്തിച്ചു തരാൻ വേണ്ടി അയക്കപ്പെട്ട പ്രവാചകനാണ്. അദ്ദേഹത്തിലൂടെ വരുന്ന വാക്കുകൾ, അദ്ദേഹം നമ്മളോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വഴിപ്പെടുമ്പോൾ അത് ആർക്ക് വഴിപ്പെടലാണ്? വഴിപ്പെടലാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ അള്ളാഹു തആല പറഞ്ഞത് ഇൻകുന്തും തുഹിബ്ബൂന അല്ലാഹ, മറ്റൊരു സ്ഥലത്ത് നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടം വെക്കുന്നെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിന്തുടരണം, എന്നാൽ യുഹിബ്ബുക്കുമുല്ലാഹ്, നിങ്ങളെ അള്ളാഹു ഇഷ്ടം വെക്കും. നിങ്ങൾ എനിക്ക് വഴിപ്പെട്ടാൽ, എന്നെ പിന്തുടർന്നാൽ ഞാൻ നിങ്ങളെ ഇഷ്ടം വെക്കുമെന്നല്ല പറഞ്ഞത്. യുഹിബ്ബുക്കുമുല്ലാഹ്, ആരാ ഇഷ്ടം വെക്കുന്നത്? റസൂലുള്ള കാണിച്ചു തന്ന മാർഗങ്ങൾ, നബിയുടെ സുന്നത്തുകൾ, നബിയുടെ നടപടിക്രമങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ നമ്മൾ ഇഷ്ടം വെക്കുന്ന ആരാ? അള്ളാഹുവാണ്. കാരണം എന്താ? ആ നബിയെ പിന്തുടരാൻ വേണ്ടി കൽപ്പിച്ചത് ആരാണ്? അള്ളാഹുവാണ്. അപ്പൊ ആ നബിക്ക് വഴിപ്പെട്ടാൽ, നബി ചെയ്ത പ്രവർത്തനങ്ങളും നബി കൽപ്പിക്കുന്ന കൽപ്പനയ്ക്കും നിരോധനങ്ങൾക്കും നമ്മൾ വഴിപ്പെട്ട് പ്രവർത്തിച്ചാൽ ആർക്ക് വഴിപ്പെട്ട് പ്രവർത്തിക്കലാണ്? അള്ളാഹുവിന് വഴിപ്പെട്ട് പ്രവർത്തിക്കലാണ്. അപ്പോ അന്ന് ആദമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി ഇബ്ലീസ് ഉൾപ്പെടെയുള്ള മലായികത്തിനോട് പറഞ്ഞപ്പോൾ മലക്കുകളൊക്കെ സുജൂദ് ചെയ്തു. ഒരാൾ മാത്രം ചെയ്തില്ല. അപ്പൊ അയാൾ അനുസരിച്ചില്ല. അനുസരിക്കാത്തതിന്റെ പേരിലാണ് ഇന്ന് ഈ ലോകത്ത് കാണുന്ന സർവ്വ കുഴപ്പങ്ങൾക്കും പിഴകൾക്കും ഇവൻ കാരണക്കാരനായി മാറി. അള്ളാഹുവിനെ അനുസരിക്കാതെ വന്നപ്പോൾ ആദം നബിയുടെ മേൽ സുജൂദ് ആദം നബിക്ക് മുമ്പിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ കഅബയുടെ അവിടെ പോയി സുജൂദ് ചെയ്യുന്നത്. ആ സുജൂദ് ചെയ്യുന്നത് എവിടെയാണ്? ഇബ്രാഹിം മക്കാമിന്റെ പിന്നിലാണ്. എന്താ ഇപ്പോൾ അവിടുത്തെ പുണ്യം? ഇബ്രാഹിം നബി കഅബ പടുത്തുയർത്തുമ്പോൾ നിന്ന കല്ല് അവിടെയുണ്ട്. ഫത്തഹിദൂ മിൻ മഖാമി ഇബ്രാഹിം മുസല്ല, ഇബ്രാഹിം നബിയുടെ കാൽപാദമുള്ളവിടത്തിൽ നിങ്ങൾ നിസ്കരിക്കണം, അതിന്റെ പുറകിൽ നിസ്കരിക്കണം. ആ മുമ്പിൽ എന്താ? ഇബ്രാഹിം നബിയുടെ കാൽപാദം പതിഞ്ഞ കല്ല്. ആ കല്ലിന്റെ പിന്നിലാണ് അപ്പോൾ സുജൂദ് ചെയ്യുന്നത്. എവിടെയാണ് ചെയ്യുന്നത്? കഅബയുടെ അവിടെ. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നല്ലേ? തവാഫ് ചെയ്യുന്നവർക്ക് തവാഫ് കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്തോടെ നിസ്കരിക്കണം. ആ കല്ലിന്റെ പുറകിൽ പോയിരുന്ന് ദ്വാരെന്നാൽ ദ്വാക്കുന്നുണ്ട്, ഇജാബത്തുണ്ട്. ഇബ്രാഹിം മക്കാമിന്റെ പിന്നിൽ പോയിരുന്ന് അന്നേരം എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നോ, നമ്മുടെ ചോദ്യത്തിന് ദ്വാഇന് തടസ്സമാകുന്ന ഒന്നും നമ്മളിലില്ലെങ്കിൽ തീർച്ചയായും ആ ദ്വാക്ക് ഉത്തരം കിട്ടും. അപ്പോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ പടച്ചവൻ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞ സ്ഥലം എവിടെയാണ്? കല്ലിന്റെ പുറകിലാണ്. ഈ കല്ലിന്റെ പുറകെ പോയി നമ്മൾ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന ആർക്കാണ്? ഈ കല്ല് അള്ളയാണെന്നോ, ഇതിന് സ്വയം കഴിവുണ്ടെന്നോ, ഇതിന്റെ മുന്നിൽ പ്രാർത്ഥിച്ചാൽ ഈ കല്ല് ഇതിന് ഉത്തരം നൽകുന്നോ? ഒരു വിശ്വാസവും ഒരു മുസ്ലിമിനും ഇല്ല. മറിച്ച് ഇത് അള്ളാഹു ബഹുമാനിച്ചതാണ്. ഇവിടെ വന്നെന്ത് ചെയ്തു? അള്ളാഹു തന്നെ നമ്മളോട് നിസ്കരിക്കാൻ പറഞ്ഞു, നമ്മൾ നിസ്കരിക്കുന്നു. ഇത്ര മാത്രമേ ഒരു മുസ്ലിമിന്റെ നെയ്യത്തുള്ളൂ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞ് ഉള്ള ലോകത്തുള്ള സർവ്വ പ്രവർത്തനങ്ങളും ഇബാദത്തുകളും ശരിക്കും പറഞ്ഞ് നടക്കുന്നവർ എങ്ങനെ ഈ കല്ലിന്റെ പുറകിൽ പോയി നിസ്കരിക്കും? അത്ര തൗഹീദുള്ള ആൾക്കാർ. ഇത് കല്ലല്ലേ? ഇബ്രാഹിം നബി നിന്ന ഒരു കല്ലല്ലേ ഇപ്പൊ അതോടെ ഉള്ളത്? ആ കല്ലിന്റെ പുറകിലല്ലേ ഈ നിസ്കരിക്കുന്നത്? ഈ കല്ലല്ലയാണെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അത് മാത്രവുമല്ല, കഅബാലയം എന്നുള്ളത് ഒരു 4 ഭിത്തികളുള്ള ഒരു കെട്ടിടമല്ലേ അത്? ആ ഭിത്തികൾ പണിത് വച്ചിരിക്കുന്നതിന്റെ ചുറ്റും പോയാണ് തവാഫ് ചെയ്യേണ്ടത്. ഉംറ എന്ന് പറഞ്ഞാലും ഹജ്ജ് എന്ന് പറഞ്ഞാലും അതിനകത്ത് പറതായ ഒരു ഭാഗമാണ് കഅബയെ തവാഫ് ചെയ്യല്. മാത്രവുമല്ല, എല്ലാ സ്ഥലത്തും പള്ളിയിൽ കയറിയാൽ തഹിയ്യത്താണ് നിസ്കരിക്കേണ്ടത്. ഇവിടെ മസ്ജിദുൽ ഹറമിൽ കടന്നാൽ എന്താണ് ചെയ്യേണ്ടത്? തവാഫാണ് ചെയ്യേണ്ടത്. അപ്പൊ അവിടെ അള്ളാഹുവിന്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യല്ല വേണ്ട, പിന്നെന്താ വേണ്ടത്? ആ കാണണം ആ കല്ലിന്റെ കെട്ടിടം, അതിന്റെ ചുറ്റും നടക്കുക വേണ്ടത്. ഇത് ഇവിടുത്തെ ക്ഷേത്രങ്ങളെ പ്രദക്ഷിണം ചെയ്യുന്നത് പോലെയാണ് എന്ന് പറഞ്ഞാൽ ഇവന്റെ ബുദ്ധി എന്താണ്? ഇത് പറയുന്ന ആരെയും ആക്ഷേപിക്കാനല്ല. പെട്ടുപോയവർ ശരിക്ക് ചിന്തിക്കണം, ഈ പറയുന്നതൊക്കെ വല്ല ന്യായവുമാണോ എന്ന്. മാത്രമല്ല, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ മഹാന്മാര് അവരുടെ പ്രശ്നമേറ്റ് ബർക്കത്ത് കിട്ടിയ വെള്ളം, ആ വെള്ളം എടുത്തുകൊടുന്ന് സുന്നികളായ ആളുകൾ കുടിക്കുന്നുണ്ട്. ഈ കുടിക്കുന്നതിനെ വിമർശിക്കുകയും
അതെല്ലാം അനാചാരമാണ് എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ, തീർത്ഥജലം ഇതിനെക്കുറിച്ച് അനാവശ്യങ്ങൾ പറയുന്നവർ എല്ലാം ശരിക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ സംസം എന്ന് പറഞ്ഞ് ഇന്നും ലോകത്ത് കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം, ആ വെള്ളത്തിന് എന്താ പുണ്യം ഉണ്ടായത്? ആ വെള്ളത്തിന്റെ തുടക്കം എവിടെ നിന്നായിരുന്നു? ഇസ്മായിൽ നബി എന്ന് പറയുന്ന കുഞ്ഞ് വെള്ളമില്ലാതെ മുലപ്പാലില്ലാതെ കിടന്ന് വിഷമിച്ചപ്പോൾ കാലിട്ടടിച്ച വെള്ളത്തിൽ ഉറവൊട്ടി വന്ന വെള്ളമാണ് സംസം. അല്ലാതെ എന്താ അപ്പൊ സംസമിന്റെ പ്രത്യേകത ഉണ്ടായത്? അപ്പോ ഒരു പ്രവാചകന്റെ കാൽസ്പർശനം കൊണ്ടുണ്ടായിത്തീർന്ന വെള്ളം ഇന്നും ലോക മുസ്ലിമീങ്ങൾ പുണ്യത്തിന് വേണ്ടി കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ മഹാന്മാരുടെ സ്പർശനമേറ്റ വെള്ളം മഹാന്മാരെന്ത് ചെയ്യുന്നുണ്ട്? പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ആദരിക്കുക, എന്തെങ്കിലും രൂപത്തിൽ അവരുടെ ബർക്കത്തുകൾ എത്തിയ വെള്ളം അത് നമ്മൾ കുടിക്കുകയോ ചെയ്യുന്നതിന്. ഇപ്പൊ നാവൂർ ചെല്ലുമ്പോൾ അവിടുത്തെ ചരിത്രം പറയുന്നത്, നാവൂർ ഷെയ്ഖ് വഫാത്തായപ്പോൾ അദ്ദേഹത്തെ കുളിപ്പിച്ച വെള്ളം ഈ കുളത്തിലേക്ക് ഒഴുക്കിയിട്ടുണ്ട്. ഈ കുളത്തിൽ പോയി എല്ലാവരും കുളിക്കുന്നു. പല രോഗങ്ങൾ മാറാൻ, പല അസുഖങ്ങൾക്ക് എത്തിയ പരിഹാരമാവാൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അവർക്കത് മാറുകയും ചെയ്യുന്നു. അതെന്താ? തബറുക്ക്, ഒരു മഹാനെ സ്പർശിച്ച വെള്ളം, കലർന്ന വെള്ളം. അങ്ങനെ എപ്പോഴെങ്കിലും കലർന്നതൊക്കെ തീർന്നു പോയിട്ടുണ്ടാവൂലേ എന്ന ചോദ്യത്തിന് റസൂൽ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. മുമ്പ് ഒരു കൂട്ടർ നബീനെ കാണാൻ വേണ്ടി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്ത് ചെയ്തു? ഞങ്ങളോട് മസ്ജിദ് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്, അവിടത്തേക്ക് കുറച്ച് വെള്ളം അങ്ങ് ഒതു കൊടുത്തതിന്റെ ബഖിയത്ത്, തബറുക്കിന്റെ വെള്ളം തന്നുവിടണം, ആ പള്ളി ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് തെളിക്കാൻ എന്ന് പറഞ്ഞ് നബി എന്ത് ചെയ്തു? ഒതു കൊടുത്ത വെള്ളത്തിന്റെ ബാക്കി കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ചൂട് ഉള്ള സ്ഥലത്തൂടെ ഇങ്ങനെ പോവാണ്, ഈ വെള്ളം പറ്റിപ്പോവും. നബി പറഞ്ഞു, ഇതിനകത്ത് വെള്ളം കൂട്ടിക്കോ. എത്ര കൂട്ടിയാലും അതെന്ത് തന്നെ, അത് തന്നെയാണ്. ഇങ്ങനെ ഈ വെള്ളത്തിലേക്ക് എന്ത് ചെയ്യുക? ഒരു ബർക്കത്ത് അന്ന് ആ മഹാന്റെ കയ്യിൽ നിന്നോ അയാൾ എന്ത് ചെയ്യുക, അയാളുടെ തബറുക്ക് എന്തെങ്കിലും അതിനകത്ത് എന്ത് ചെയ്യുക സംഭവിക്കുകയും പിന്നീട് ആ വെള്ളം അവിടെ കിടക്കുകയും ചെയ്ത കാലങ്ങളാവുമ്പോൾ പിന്നെ എന്തിനായാലും അതിന് പുണ്യമെന്ന് ചോദിച്ചപ്പോൾ എന്താ മറുപടി? എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് അപ്പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അന്ന് ഈ ഇസ്മായിൽ നബിയുടെ കാൽപാദം പതിഞ്ഞ് അതിനകത്ത് എന്ത് ചെയ്യുക? ആ കാൽപാദം അടിച്ചുവെള്ളത്തിൽ വന്ന ഉറവൊട്ടിയ വെള്ളം, ആ വെള്ളത്തിന് എന്ത് ചെയ്തു? അല്ലാഹു തആല പുണ്യം നിശ്ചയിച്ചു. ഈ കിണർ പിന്നീട് മൂടിപ്പോയി. കുറെ കാലം ഈ കിണർ അവിടെ ഇല്ലാതിരുന്ന ഘട്ടത്തിൽ ഈ കിണർ കുഴിച്ച് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ശരിയാക്കാൻ വേണ്ടിയിട്ട് അന്ന് അബ്ദുൽ മുത്തലിബ് ശ്രമിച്ചപ്പോൾ അബ്ദുൽ മുത്തലിബിന് മക്കളില്ല, ഒറ്റയ്ക്ക് കിടന്ന് പണിയെടുക്കുന്നു. ക്ഷീണിതനായി വിഷമിച്ചപ്പോൾ മൂപ്പര് അന്ന് നെയ്യത്ത് ചെയ്തതാണ്, എനിക്ക് 10 മക്കളുണ്ടാവുകയാണെങ്കിൽ അതിൽ 10 ആൺകുട്ടികൾ ഉണ്ടായാൽ 10ാമത്തവനെ ഞാൻ കഅബയുടെ മുന്നിൽ കൊണ്ടുവന്ന ഈ ബിംബത്തിന് ബലിയർപ്പിച്ചേക്കാം എന്ന് അദ്ദേഹം നേർച്ചയാക്കുകയും അതനുസരിച്ച് അദ്ദേഹത്തിന് എന്ത് ചെയ്തു? 10 മക്കൾ ജനിക്കുകയും 10ാമനായി അബ്ദുള്ള എന്ന കുട്ടി റസൂലുള്ളാഹിന്റെ വാപ്പ് വരികയും ചെയ്തു. അങ്ങനെ വന്നതുകൊണ്ട് ആണ്, 10ാമനായി വാപ്പ് വന്നതുകൊണ്ടാണ് ഈ വാപ്പയെ അറക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ ചരിത്രമൊക്കെ ഒത്തിരി വിശാലമാണ്. മക്കളോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഈ മക്കളൊക്കെ ജനിച്ചു. അങ്ങനെ ഈ മക്കളുടെയൊക്കെ സഹായത്തോടു കൂടെയാണ് പിന്നീട് മുമ്പ് സംസം കിണർ കുഴിച്ചതെന്ന് കാണാം. അപ്പൊ കുറെ കാലം വെള്ളം മൂടിപ്പോയിട്ടുണ്ട് അവിടെ. പിന്നീട് ഇന്ന് പല കുഴിക്കലുകൾക്കും ശേഷം ഇന്ന് അത് വലിയൊരു കിണറായിട്ടാണ് നിലകൊള്ളുന്നത്. അപ്പൊ അന്ന് എത്രയോ 1000 വർഷങ്ങൾക്ക് മുമ്പ് ആരുടെ കാല് തട്ടിയെന്ന പുണ്യാണ് ഇസ്മായിൽ നബിയുടെ കാല് തട്ടിയ തീർത്ഥജലമാണ് ഇന്നും വഹാബിയും കുടിക്കുന്നത്, മൗദൂദിയും കുടിക്കുന്നത്, ഈ തബറുക്കനെ നിഷേധിക്കുന്നവരും കുടിക്കുന്നത്. ഇതൊന്നും പാടില്ല എന്ന് പറയുന്നത്, ഇത് അനാചാരമാണെന്ന് പറഞ്ഞാൽ ഇന്നും സംസം വെള്ളം ചോന്ന് വീട്ടിൽ വെച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ വെള്ളത്തിന് പുണ്യമുണ്ടായ പുണ്യം എന്താ? ഈ ഒരു പ്രവാചകന്റെ കാൽസ്പർശനം ഏറ്റ സ്ഥലത്ത് ആ വെള്ളം ഇത് ഉത്ഭവിച്ചു എന്നാണ്. പിന്നീട് ആ കിണർ മൂടിപ്പോയി. ഈ വാപ്പ എന്ത് ചെയ്തു? അന്ന് നേർച്ചയാക്കിയ അനുസരിച്ച് മക്കളെ കൊടുത്തു. 10ാമൻ അബ്ദുള്ളയാണ്. അബ്ദുള്ളയെ അറക്കാൻ തീരുമാനിച്ചു. ജ്യേഷ്ഠന്മാരോടെല്ലാം ഈ വിവരങ്ങൾ എന്ത് ചെയ്തു? പറഞ്ഞു, ഇങ്ങനെയാണ് ഞാൻ നേർച്ചയാക്കിയപ്പോഴാണ് നിങ്ങളൊക്കെ ഉണ്ടായത്, അതുകൊണ്ട് അബ്ദുള്ളയെ വിലയേൽപ്പിക്കണം. അപ്പൊ ജ്യേഷ്ഠന്മാരെല്ലാവരും കൂടി വാപ്പ അത് ചെയ്യരുത് എന്ന നിലക്കായി. പ്രശ്നം മൂത്ത് കഴിഞ്ഞപ്പോൾ അന്നത്തെ അവിടുത്തെ കഅബയുടെ സംരക്ഷണവും ഹിദ്മത്തും ചെയ്തിരുന്ന ആളുകളുടെ അടുക്കൽ അദ്ദേഹം ചെന്നു. അന്ന് അവിടെ നിന്ന് എന്ത് ചെയ്തു? ഉണ്ടായ നിർദ്ദേശപ്രകാരം ഓരോ ആ കഅബയുടെ ഉള്ളിൽ കുറച്ച് കൊച്ചമ്പുകൾ അതിനകത്ത് ഇതിനില്ല നെഹല്ല എന്ന് എഴുതിയിട്ട് അവരിട്ടിരുന്നു.
എന്തൊരു പ്രശ്നം വന്നാലും ഈ അമ്പെടുത്ത് ഇങ്ങനെ എന്ത് കറക്കി അവിടെ ഇടും. അന്നേരം ഏതാണോ വീഴുന്നത് അതാണ് അവിടുത്തെ തീരുമാനം. അങ്ങനെ അദ്ദേഹം പറഞ്ഞു കൊടുത്തത്, ഈ അമ്പ് നമ്മളിങ്ങനെ എടുത്തിടുക, എപ്പോഴാണോ ഇതിനില്ല എന്ന് വരുന്നത് ആ ഓരോ ഇടലിനും 10 ഒട്ടകം വെച്ച് ഇവർക്ക് പകരമായിട്ട് പ്രായശ്ചിത്തം ഇറക്കണം. അങ്ങനെ 100 പ്രാവശ്യം ഇട്ടപ്പോൾ, അങ്ങനെ ഓരോ 10 പ്രാവശ്യം ഇട്ടപ്പോഴാണ് ഇതിനില്ല എന്ന ഭാഗം വന്ന് വീണതെന്നാണ് ചരിത്രത്തിന്റെ ആകത്തുക. അപ്പോൾ എന്ത് ചെയ്തു? 100 ഒട്ടകത്തിനെ പ്രായശ്ചിത്തമായി അറുത്ത് റസൂലുള്ളാഹിന്റെ വാപ്പ അബ്ദുള്ളയെ അറബിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഈ അടിസ്ഥാനത്തില് നമ്മൾ റസൂലുള്ളാഹിനെ കുറിച്ച് എന്ത് പറയാറുണ്ട്? ഇബ്നു ദബീഹൈ, 2 ബലിയറക്കപ്പെട്ട ആളുകളുടെ മകൻ എന്ന് പറഞ്ഞാൽ അത് ഒന്നാലാം ഇസ്മായിൽ നബി. കാരണം ആ സന്താന പരമ്പരയിലാണ് ആര് വന്നിരിക്കുന്നത്? റസൂലുള്ളാഹി വന്നിരിക്കുന്നത്. പിന്നെ ഒന്ന് സ്വന്തം പാപ്പ. അപ്പോൾ 2 പ്രായശ്ചിത്തമറക്കൽപ്പെട്ട ആളുകളുടെ അറക്കാൻ തീരുമാനിച്ച വ്യക്തികളുടെ, റബ്ബിന്റെ മുന്നിൽ ബലിയറക്കാൻ വേണ്ടി തീരുമാനിച്ച 2 വ്യക്തികളുടെ മകൻ എന്ന നിലയിലാണ് ഇബ്നു ദബീഹൈൻ, 2 അറക്കപ്പെട്ട ആളുകളുടെ മകൻ എന്ന ആർക്ക് പേര് കിട്ടിയത്. അപ്പൊ ഞാൻ പറയുന്നത്, ആയിരക്കണക്കിന് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും ആ സംസം കുടിക്കുന്നത് ഇതിന്റെ പുണ്യം എവിടെ നിന്ന് വന്നതാ? ഒരു പ്രവാചകന്റെ കാലിട്ടടിച്ച വെള്ളത്തിൽ നിന്ന് പ്രവാചകനായിട്ടില്ല ആകാൻ ഉള്ള കുട്ടിയുടെ കാലിട്ടടിച്ച സ്ഥലത്തുണ്ടായ വെള്ളമാണ് ഈ വഹാബിയും കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുന്നത് ഈ ബുദ്ധി കൊണ്ടുപോയി പണയം വെക്കാത്തവർ നിഷ്പക്ഷമായി ചിന്തിക്കാനാണ്. അത് മാത്രവുമല്ല, ഇന്നും സഭാ മറുപടിയുടെ ഇടയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്, ഈ കുഞ്ഞിന് വെള്ളം കിട്ടാതെ എവിടെയെങ്കിലും യാത്രാ സംഘങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ഈ മരുഭൂമിയിൽ എന്ത് ചെയ്തു? ഉമ്മ കുഞ്ഞവിടെ കിടക്കുന്നു, കുഞ്ഞിനെ വല്ല വന്യജീവികൾ ആക്രമിക്കുക ആ പേടിയുണ്ട്, കൂട്ടത്തിൽ കുഞ്ഞു കിടന്ന് കരഞ്ഞ് കാലിട്ടടിക്കുകയാണ്. ഉമ്മ എന്ത് ചെയ്യുന്നുണ്ട്? ഓടി ആ മലയുടെ മുകളിൽ കയറും. അവിടെ ചെന്ന് നമ്മൾ ചുറ്റുംപുറം നോക്കും, ഒരാളെയും കാണില്ല. ഈ മലയുടെ മുകളിൽ കയറും, ഇങ്ങനെ എന്ത് ചെയ്യും? ചുറ്റുംപുറം നോക്കും, കാണില്ല. 7 പ്രാവശ്യം അന്ന് ഹാജറ ബീവി എന്ത് ചെയ്തു? ആ കുന്നിലും ഈ കുന്നിലേക്കും ഓടി ഓടി കയറിയതിനെ സ്മരിച്ചുകൊണ്ടാണ് ഇന്നും സൈ അവിടെ നടക്കുന്നത്. ഇത് വെള്ളത്തിന് വേണ്ടി ഹാജറ എന്ന് പറയുന്ന ഒരു പെണ്ണ് ഓടിയതിന്റെ സ്മരണ പുതുക്കുകയാണ് അവിടെ നടക്കുന്നത്. ഇത് വഹാബി ചെയ്യുന്നില്ലേ? എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആരോ ഓടി എന്ന് പറഞ്ഞ് ആന്റി ഓടിക്കുന്നത് ഓടേണ്ട അത് അനാചാരമാണെന്ന് ഇവർ പറഞ്ഞാൽ, ഇതേപോലെ അല്ലാഹു തആല ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഹജ്ജിന് ഏറ്റവും വലിയ കർമ്മം നിശ്ചയിച്ചിരിക്കുന്ന നിസ്കാരം എത്തിയ കഥയായി പോയാൽ വേണ്ടില്ല. അറഫ എന്ന് പറയുന്ന സാധനം സവാലിന് ശേഷം അസ്തമാനത്തിന് മുമ്പായി അല്പസമയമെങ്കിലും അറഫയിൽ താമസിച്ചിരിക്കണം. ഹജ്ജിന്റെ ഏറ്റവും പ്രധാന ഘടകം അതാണ്. അറഫയ്ക്ക് എന്താ പ്രത്യേകത? അതിന്റെ പ്രത്യേകത രേഖപ്പെടുത്തിയത്, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല എന്ത് ചെയ്തു? സിലോണിലെ പർവ്വതത്തിലും ആദം മലയിൽ ഇറക്കി വിട്ടു. ഹവ്വാ ബീവിയെ ജിദ്ദയിലും ഇറക്കി വിട്ടു. ഇവർ 2 പേരും ഏതാനും വർഷങ്ങൾ കാണാതെ ഒറ്റപ്പെട്ട് ജീവിച്ചു. ലാസ്റ്റ് ഇവർ 2 പേരും എന്ത് ചെയ്തു? കണ്ടുമുട്ടിയ സ്ഥലമാണേത്? അറഫ. ഈ കണ്ടുമുട്ടി അവർ തിരിച്ചറിഞ്ഞ ആ സ്ഥലത്ത് ഇന്ന് വാപ്പായും ഉമ്മായും ഒരു വലിയ വേർപിരിവിന് ശേഷം ഒരുമിച്ച് കൂടിയ ആ സ്മരണ പുതുക്കാനാണ് ഇന്നും ദുൽഹജ്ജ് 9 ആവുമ്പോൾ അവിടെ ആൾക്കാർ ഒരുമിച്ച് കൂടുന്നത്. അത് മലയാണ്, കല്ലാണ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പലയിടത്തും ക്രിസ്ത്യാനികളും അല്ലാത്തവരും പല മലകളിലും കയറാൻ പോകുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഇപ്പോൾ പളനിയിൽ മല കയറാൻ പോകുന്ന ആൾക്കാരുണ്ട്. അതുകൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്? ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യുന്നുണ്ട്? മലയാറ്റൂർ മല കയറാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ അതിനെപ്പോലെയുള്ള അനാചാരമാണ്. ഇതൊന്നും ഏകദൈവ വിശ്വാസികൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞ് ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മറ്റുള്ള ആശയം വെച്ച് പുലർത്തുന്നവർ ഹജ്ജ് കർമ്മം പോലും നിർവഹിക്കാൻ സാധിക്കില്ല. കാരണം അവിടെ ഇതെല്ലാം മുൻ മരിച്ചുപോയ മഹാന്മാരുടെയും മഹദികളുടെയും സ്മരണ പുതുക്കിക്കൊണ്ട് നടക്കപ്പെടുന്ന കർമ്മങ്ങളാണ് ഹജ്ജ് എന്നുള്ള കർമ്മം. കാരണം അതിനകത്തൊക്കെ ഉള്ളതാണ്. അതോടൊപ്പം അതിനകത്തുനിന്ന് കുടിക്കുന്ന വെള്ളം തബറുക്കിന്റെ വെള്ളമാണ്. ആ വെള്ളത്തിന് തബറുക്കുണ്ടായത് എന്തിൻ്റെ പേരിലാണ്? ഒരു പ്രവാചകനാവാൻ ഉള്ള കുട്ടിയുടെ കാലിട്ടടിച്ച വിടത്തിൽ ആ വെള്ളം ഉറപൊട്ടി എന്നുള്ളതാണ്. ശരിയല്ലേ? ഇത് ബുദ്ധിയുള്ളവര്, വിവേകമുള്ളവര്, ബുദ്ധി പടയം വയ്ക്കാത്തവർ ആലോചിക്കുക. എന്നിട്ട് ഇങ്ങനെയുള്ള മഹാന്മാരുടെ സ്പർശനമേറ്റ ഏതെങ്കിലും വെള്ളം തബറുക്കിന് വേണ്ടി ആരെങ്കിലും എടുത്ത് കുടിക്കുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യുന്നുണ്ട്? എതിർക്കുക. തിരുവനന്തപുരത്ത് എന്ത് ചെയ്യുന്നത്? ചെന്നാൽ ഭീമാ പള്ളിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? മരുന്ന് കിണറെന്ന് പറഞ്ഞ് കിണറുള്ളവരെ എതിർക്കുക. അതൊക്കെ അനാചാരമാണെന്ന് പഠിപ്പിക്കുക. സമൂഹത്തിന്റെ മുന്നിൽ ഇതെല്ലാം എന്ത് ചെയ്യുക? വിളമ്പി പാവപ്പെട്ട ജനങ്ങളെ അതിനകത്ത് കൊടുക്കുക. ഈ മുൻപ് തന്നിരുന്ന എല്ലാ സ്മരണകളും എന്ത് ചെയ്യുക? ഇല്ലായ്മ ചെയ്യുക. ഇതൊക്കെയാണ് ഇവരുടെ ജോലി.
ആ ഒരു പ്രവർത്തനം നടത്തുന്നതുകൊണ്ട് ഇവർ വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾ ചെയ്യുന്ന പണിയൊക്കെ വളരെ കറക്റ്റാണ്, ബാക്കി എല്ലാവരും മോശക്കാരാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ആദമിന്റെ മുന്നിൽ മലായിക്കത്ത് സുജൂദ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ഒരാൾക്ക് സുജൂദ് ചെയ്യാൻ നിർദ്ദേശിച്ചാൽ സുജൂദ് ചെയ്യുന്നതിന് തെറ്റില്ല. അപ്പൊ ഇവിടെ അത്തീഉല്ലാഹ അത്തീഉർ റസൂല, നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെടണം റസൂലിനും വഴിപ്പെടണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള വഴിപാട് ഈ നിലയിലും റസൂലിനുള്ള വഴിപാട് ഈ നിലയിലുമാണ്. അതുകൊണ്ട് രണ്ടും ഒരുപോലെയല്ല. അതോടൊപ്പം തന്നെ വഴിപ്പെടണമെന്ന് പറഞ്ഞതുകൊണ്ട് നബിക്ക് വഴിപ്പെടൽ ശിർക്കും അള്ളാഹുവിന് വഴിപ്പെടൽ തൗഹീദുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. അള്ളാഹു എന്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞാലും ആദമിനെ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ നെറ്റിത്തടം നിലത്ത് വെച്ചുകൊണ്ട് ആദമിനെ സുജൂദ് ചെയ്താൽ പോലും എന്താവൂല, ആ സുജൂദ് ആർക്കാണ്? ആദമിനല്ല, മറിച്ച് നിർദ്ദേശിച്ച ആളല്ല, അള്ളാഹുവാണ്. അള്ളാഹ് നിർദ്ദേശിച്ചതിനനുസരിക്കുമ്പോൾ ആർക്കനുസരിച്ചു? അള്ളാഹുവിനനുസരിച്ചു. കഅബ മുന്നിൽ നിൽക്കുന്നത് പോലെ, ഇബ്രാഹിം മഖാം മുന്നിൽ നിൽക്കുന്ന പോലെ അതിന്റെ അവിടെ പോയി സുജൂദ് ചെയ്താൽ ആ സുജൂദ് അള്ളാഹു നമ്മളോട് എന്ത് ചെയ്യാം? അത്തഖദൂ മിൻ മഖാമി ഇബ്രാഹിം മുസല്ല, ഇബ്രാഹിം മഖാമിൽ നിന്ന് നിങ്ങൾ മുസല്ലയാക്കണമെന്ന് പടച്ചവന്റെ നിർദ്ദേശമാണ് നമ്മൾ അംഗീകരിക്കുന്നത്. അതുകൊണ്ട് അവിടെ സുജൂദ് ചെയ്യുന്ന ഏതിനല്ല, ആർക്കല്ല? ഇബ്രാഹിം നബിയുടെ കാൽപാദം പറഞ്ഞ കല്ലിനല്ല, മറിച്ച് അള്ളാഹുവിന് വഴിപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അത് അള്ളാഹുവിനുള്ള ഇബാദത്താണ്. ഇത് വേർതിരിച്ച് വിവേചന ബുദ്ധിയോടെ പെട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കി അതിൽ നിന്ന് മടങ്ങണമെന്ന് സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. പെട്ടുപോയവര് ബുദ്ധി കൊണ്ടുപോയി പണയം വെച്ച അബൂജഹലിനെ പോലത്തെ ആൾക്കാരെ നന്നാക്കാനൊന്നും ഇതൊന്നും മതിയാവില്ല. ഇതൊന്നും പറഞ്ഞാലും കാര്യമില്ല. ഇനി ഇതിനപ്പുറം നേരിട്ട് എന്ത് ചെയ്യുന്നു? റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? നബിയെ, ഇവര് ചോദിക്കുന്ന ഓരോ കാര്യങ്ങളും തെളിവ് അങ്ങ് ഒരു കോണി വെച്ചിട്ട് ആ കോണിയിലൂടെ കയറി ആകാശത്തേക്ക് ചെന്നിട്ട് അവരുടെ കൺമുന്നിൽ വെച്ച് അവിടെ നിന്ന് എന്ത് ചെയ്തു? അങ്ങക്ക് കടലാസം പേപ്പറും കിട്ടി. അതിവിടെ കൊണ്ടുവന്നിട്ട് ആ കടലാസം പേപ്പർ ഇങ്ങനെ വായിച്ചിട്ട് അത് അവരെ കൈകൊണ്ട് തൊട്ടു. എന്നാൽ പോലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം അവരുടെ ഈമാൻ അവർ നന്നാവുമെന്ന് പടച്ചവൻ തീരുമാനിച്ചിട്ടില്ല, ഹിദായത്ത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. മൻ യഹ്ദില്ലാഹു ഫലാ യുദില്ല ലഹു വമൻ യുദിൽഹു ഫലാ ഹാദിയ ലഹു. ആരെങ്കിലും അള്ളാഹു പിഴപ്പിച്ചു കളഞ്ഞ അവരെ നന്നാക്കാൻ കഴിയില്ല. ഇതാണ് ഇതിന്റെ ശൈലി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഹജ്ജ് കർമ്മം പോലും മുൻകഴിഞ്ഞു പോയ മഹാന്മാരായ പ്രവാചകന്മാരുടെയും പ്രവാചകന്റെ ഭാര്യ, പ്രവാചകനല്ലാത്ത ഹാജറ എന്ന ഒരു വലിയത്തിൻ്റെയും അഥവാ വലിയായ ഒരു പെണ്ണിൻ്റെയും ഒക്കെ സ്മരണയും മറ്റും പുതുക്കിക്കൊണ്ടാണ് ഹജ്ജ് കർമ്മം പോലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും അവരെ ആരാധിക്കലോ അവർക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യലോ ഒന്നും അല്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ആണ്ടുകൾ ആഘോഷിക്കുന്നത് വരെ തെറ്റായി പറയുന്നവരോടാണ് ഈ പറഞ്ഞത്. ആദമും ഹവ്വയും കണ്ടുമുട്ടിയ ദിനം ആ ആണ്ടാണെന്ന് അറഫാ ദിനത്തിന് നടക്കുന്നത്. തിരിഞ്ഞില്ല. അങ്ങനെ ഒരു വർഷം തികയുമ്പോൾ വീണ്ടും അതെന്ത് ചെയ്യണം? സ്മരിക്കപ്പെടണമെന്നും ആ സ്മരണ പുതുക്കപ്പെടണമെന്നും. ഇബ്രാഹിം നബി തൻ്റെ മകൻ ഇസ്മയിലിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോയ ആ ദിനം മനസ്സിലാക്കിയാണ് ബലി പെരുന്നാൾ എന്നുള്ള ആ ദിനം നമ്മൾ ആഘോഷിക്കുന്നത്. അതെന്താ? ഇസ്മയിൽ നബിയെ അറക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചപ്പോൾ സ്വന്തം മകനെ അറക്കാൻ പിതാവ് തയ്യാറായ ആ ത്യാഗത്തിന്റെ സ്മരണ പുതുക്കുക ആ ദിനം വരുമ്പോൾ. ഇങ്ങനെ ആണ്ടുകളും കഴിഞ്ഞുപോയ വലിയ സംഭവങ്ങളുമൊക്കെ സ്മരണ ഉണ്ടാകൽ അത് ഇസ്ലാമികമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാത്ത ഒരു ബലി കർമ്മവും നടത്താൻ പാടില്ല. ഉളഹിയത്ത് മറക്കാൻ പാടില്ല. കാരണം എന്തുകൊണ്ട് ഉളഹിയത്ത് മറക്കാൻ പാടില്ല? എന്തുകൊണ്ട്? ഈ ഉളഹിയത്ത് എന്തിന്റെ സ്മരണയാണ്? ഇബ്രാഹിം നബി തന്റെ മകനെ ബലിയർപ്പിക്കാൻ പോയതിന്റെ സ്മരണ പുതുക്കുകയാണ്. ഇതൊക്കെ അനാചാരമാണ് എന്ന് എന്ത് ചെയ്യേണ്ടി വരും? പറയേണ്ടി വരും. ചുരുക്കം, ഇവിടെ നടക്കുന്ന ഒരു സുന്നി ആശയവും കാടൻ ആശയങ്ങളിൽ നിന്നോ ഏതെങ്കിലും അനാചാരങ്ങളിൽ നിന്നോ കടന്നു കിട്ടിയതല്ല, മറിച്ച് അള്ളാഹുവും അവന്റെ റസൂലും മുൻകഴിഞ്ഞ പ്രവാചകന്മാരും എല്ലാം പഠിപ്പിച്ച ആശയം മാത്രമേ ഇവിടെ നടപ്പാക്കുന്നുള്ളൂ. അല്ലാതെ സുന്നികളാരും അവർക്ക് തോന്നിയതൊന്നും മതമായി സ്വീകരിച്ചിട്ടില്ല. പിന്നെ ഇതിനെയെല്ലാം വികലമാക്കാൻ വേണ്ടി, പരസ്പരം മുസ്ലിമീങ്ങളെ തമ്മിൽ തല്ലിക്കാനും കുഴപ്പമുണ്ടാക്കാനും വേണ്ടി മുഹമ്മദ് കുട്ടശ്ശേരി എന്നുള്ള ഒരാൾ വഹാബിസം ചരിത്രത്തിന്റെ അമുഖം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനകത്ത് അയാൾ എഴുതിയിട്ടുണ്ട്. അബൂ ഹനീഫ, ഷാഫി,
മാലിക്കി, ഹംബലി ഈ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളാണ് മുസ്ലിമീങ്ങളുടെ ഐക്യം തകർത്തത്. തെന്നില്ല. എഴുതി വെച്ചിരിക്കുകയാണ് മുഹമ്മദ് കുട്ടശ്ശേരി. നമ്മൾ നോക്കണം ഇവരെന്ത് തെറ്റ് ചെയ്തു. ഏത് ഷാഫി പള്ളിയും അനഫി പള്ളിയും തമ്മിലാണ് തമ്മിൽ. ഏതെങ്കിലും പള്ളിയിൽ ഷാഫിയുടെ അനഫിയുടെ പേരിൽ മറിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇന്നുവരെ ഒരു പ്രശ്നമുണ്ടോ? ഷാഫി അനഫിയെ തുടരുന്നു, അനഫി ഷാഫിയെ തുടരുന്നു. ഷാഫികളും അനഫികളും ഒരൊറ്റ മഹലിൽ എന്ത് ചെയ്യുന്നു? ഒന്നിച്ച് വസിക്കുന്നു. ഒരിക്കൽ ഷാഫിയുടെ അനുസരിച്ച് പെരുന്നാൾ നിസ്കരിക്കുന്നു, മറ്റേ പെരുന്നാൾ എന്ത് ചെയ്യുന്നു? അനഫിയുടെ അനുസരിച്ച് നിസ്കരിക്കുന്നു. ആ ഷാഫി മദ്ഹബ് അനുസരിച്ച് നടക്കുന്ന പെരുന്നാൾ നിസ്കാരത്തിൽ അനഫികൾ പങ്കെടുക്കുന്നു, അനഫി മദ്ഹബ് അനുസരിച്ച് നടക്കുന്ന പെരുന്നാൾ നിസ്കാരത്തിൽ ഷാഫികളും പങ്കെടുക്കുന്നു. ഇതൊക്കെ നടക്കുന്ന പള്ളികൾ ഈ കേരളക്കരയിൽ പോലും. എന്നിട്ട് ചുമ്മാ ഈ കേരളക്കരയുടെ ഏതൊരു മൂലയിൽ പോയി ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? തിരിഞ്ഞില്ല. അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിലെങ്ങാണ്ടോ ഒരിടത്തിലൊന്ന് നോക്കുന്ന മർത്യാനി കഥയെന്തറിഞ്ഞു എന്ന് കവി പാടിയത് വളരെ യാഥാർത്ഥ്യമാണ്. ഇതൊന്നും അറിയാതെ ചുമ്മാ ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ എഴുതി വിടുക. എഴുതാനിപ്പോൾ എല്ലാവർക്കും പേനയുണ്ട്, പെൻസിലുണ്ട്, കടലാസും ഉണ്ടെങ്കിൽ എന്തും എഴുതി വിട്ടുകൂടെ? അപ്പൊ ചുരുക്കി നമ്മൾ പറഞ്ഞാൽ ഈ പറഞ്ഞ ആശയങ്ങളെല്ലാം ഒരു ഹജ്ജ് എന്ന് നടക്കുമ്പോൾ ഒരു പിതാവിൻ്റെയും മകന്റെയും ത്യാഗോച്ചലമായ അവസ്ഥ, ഒരു മാതാവിൻ്റെയും മകന്റെയും ത്യാഗോച്ചലമായ അവസ്ഥ, ഇവരൊക്കെ നടന്ന സംഭവങ്ങൾ, അതുപോലെ നമ്മളുടെ പിതാവ് ആദമും നമ്മളുടെ ഉമ്മ ഹവ്വയും പരസ്പരം വേർപിരിഞ്ഞു പോയി കണ്ടുമുട്ടിയ സ്മരണയും ഇതെല്ലാം പുതുക്കിക്കൊണ്ടാണ് ബലിപെരുന്നാൾ ആഘോഷം നടക്കുന്നത്, ഹജ്ജ് കർമ്മം നടക്കുന്നത്. അവർ ചെയ്ത പരിപാടികൾ അന്ന് ഇബ്രാഹിം നബി എന്ത് ചെയ്തു? നിന്നപ്പോ കാല് പതിഞ്ഞ കല്ല്, അത് പാറപ്പള്ളിയിൽ എന്തിയാലുള്ള കാല് പതിഞ്ഞ് കിടപ്പുണ്ട്, അത് ആദമിൻ്റെതാണോ അല്ലയോ എന്ന് സംശയാസ്പദമായി കിടക്കുന്നു. ചർച്ച ചെയ്യുന്നു. ആ കല്ലിന്റെ മുന്നിൽ പോകുന്നത് തെറ്റായിട്ടും ആ കല്ലിനെ എന്ത് ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് അതിനെയും എന്ത് ചെയ്യുന്നുണ്ട്? വ്യാഖ്യാനിച്ച് ജനങ്ങളെ പൊട്ടരാക്കരുത്. പൊട്ടന്മാരായി നിങ്ങൾ പൊട്ടന്മാരാവാന്നല്ലാതെ മറ്റുള്ളവരെ പൊട്ടന്മാരാക്കരുത്. കാരണം അത് ശൈത്താന്റെ സ്വഭാവമാണ്. ഇബ്ലീസിന്റെ സ്വഭാവം എന്താ? അവൻ പിഴച്ചിരിക്കുന്നു, അതല്ല കസീറൻ, അധികരിച്ച ആളുകളെയോ അവൻ പിഴപ്പിച്ചിരിക്കുന്നു എന്ന മാതിരി ഇവർ പിഴച്ചു. ഇവരെന്ത് ചെയ്തു? ഇവർക്ക് തോന്നിയതെല്ലാം പറഞ്ഞ് ധാരാളം ആളുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞതിന് കാരണം ശരിക്ക് എന്താണ് വഴിപാട് എന്നും താഹത്തിന്റെ അർത്ഥം എന്താണെന്നും ശരിക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അള്ളാഹുവിന് വഴിപ്പെടൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചവനും സംരക്ഷിക്കുന്നവനും എല്ലാം തരുന്നവനും എല്ലാം നിഷേധിക്കുന്നവനും മരിപ്പിക്കുന്നവനും ജനിപ്പിക്കുന്നവനും എല്ലാം അള്ളാഹുവിൻ്റെതാണ്. ഇതെല്ലാം ചെയ്തു തന്ന അള്ളാഹുവിന്റെ അടിമയാണ് നമ്മൾ. അവന്റെ വാക്കുകൾ അനുസരിക്കാൻ അർഹതപ്പെട്ടവരാണ്. ആ നിലക്കാണ് അവനെ നമ്മൾ ആരാധിക്കുന്നു. അവൻ ആർക്കെങ്കിലും വഴിപ്പെടാൻ വേണ്ടി പറഞ്ഞാൽ അതും എന്ത് ചെയ്യുന്നുണ്ട്? അവനെ ആരാധിക്കൽ തന്നെയാണ്. നബിക്ക് വഴിപ്പെടാൻ വേണ്ടി പറഞ്ഞ് നമ്മൾ വഴിപ്പെട്ടാലും ആരെ ആരാധിക്കലാണ്? അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യലാണ്. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അക്സാ ആയത്തിൽ ഹുദൂഇ വതവല്ലുൽ, ഇതാണ് അങ്ങേയറ്റത്തെ എന്ത് ചെയ്യുന്നുണ്ട്? അടങ്ങൽ എന്നാണ് ഇമാം ബൈദാവി തങ്ങളിൽ പറഞ്ഞത്. അങ്ങേയറ്റത്തെ അടങ്ങൽ. ഈ അടക്കം മൊത്തവും എങ്ങോട്ടാണ്? അള്ളാഹുവിന് മാത്രമാണ്. ഒരൊറ്റ ഔലിയായിനെയും ആരും ആരാധിക്കുന്നില്ല, ഒരു സുന്നിയും ആരാധിക്കുന്നില്ല, ഒരു സന്തുലികൾക്കും ചെയ്യുന്നില്ല. അങ്ങനെ അതൊക്കെ ശിർക്കാണ്. മഹാന്മാര് കിടക്കുന്ന അവർക്ക് അള്ളാഹ് ബഹുമാനിച്ച സ്ഥലമാണല്ലോ അവർക്ക് ഖബർസ്ഥാനിയായി അല്ല നൽകിയിരിക്കുന്നത്. അള്ളാഹു ഇഷ്ടപ്പെട്ട സ്ഥലത്തല്ലേ അവര് ഖബർസ്ഥാനിയായി നൽകിയിരിക്കുന്നത്. അപ്പൊ ആ മഹാൻ അടങ്ങി കിടക്കുന്ന സ്ഥലത്തിന് പുണ്യമുണ്ടല്ലോ. പുണ്യമില്ലേ? പുണ്യമില്ലേ? അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ആ മഹാനോട് അടങ്ങി കിടക്കുന്ന സ്ഥലത്തിന് പുണ്യം ഉണ്ടായത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ സ്ഥലത്ത് പോകുന്നു. ആ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു മഹാൻ കിടക്കുന്ന സ്ഥലത്ത് അവന്റെ റഹ്മത്ത് ഇറങ്ങുന്ന സ്ഥലമാണ്. അവിടെ പോയി ദ്വാരുന്ന ദ്വാക്ക് ഇജാബത്ത് കിട്ടും. ഏത് പ്രകാരം? അവിടെ പണ്ടെത്രയോ 1000 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഇബ്രാഹിം നബി നിന്ന കല്ലേ, ആ കല്ലിൽ ഇബ്രാഹിമിന്റെ കാല് പതിഞ്ഞിട്ടുണ്ട്. ആ സ്ഥലം അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന സ്ഥലമാണ്. അതിന്റെ പുറകിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചാൽ എന്ത് കിട്ടും? പ്രാർത്ഥിക്കുന്ന ആരോടാ? ആരോടാ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവിനോട്. ഈ ഇബ്രാഹിം മക്കാമിന് നീ കൊടുത്ത സ്ഥാനം കൊണ്ട് ഞങ്ങൾക്ക് ഇന്നത് കാര്യം തരണം, ഇന്ന കാര്യം നിർവഹിച്ചു തരണം. ഇതാണ് സുന്നി ആശയമെന്ന് മനസ്സിലാക്കാതെ ആരെങ്കിലും സുന്നികളെല്ലാം ഖുറാഫികളും ലോകം തിരിയാത്തവരുമാണ് എന്ന് മനസ്സിലാക്കി പോയിട്ടുണ്ടെങ്കിൽ ശരിക്ക് ആലോചിച്ച് ചിന്തിച്ചിട്ട് അവർ മടങ്ങി വരാനാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നല്ലാതെ ഒരിക്കലും ഏതെങ്കിലും വിവരം കെട്ട ആൾക്കാർ പറയുന്നത് കേട്ട് അതിൻ്റെ പിന്നാലെ പോകരുത്. ബുദ്ധി കൊണ്ടേ പണയം വെക്കാത്ത നിഷ്പക്ഷമതികളായ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണ്.